Hello all, welcome to the video of ബയാസ്. ബയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ടോപ്പിക്സുകൾ കവർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. കുറേ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മനസ്സിലാക്കുക. ഇപ്പോൾ ICT SMC എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പില്ലറാണ് ബയാസ്. അതിൽ മെയിൻ പില്ലറായിട്ട് പറയുന്നത് ബയാസ്, ലിക്വിഡിറ്റി, POI. ഓക്കെ, സോ ബയാസാണ് ഇതിലേറ്റവും ഫസ്റ്റ് തിങ്. സോ ബയാസ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ട്രേഡ് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് അറിയാം. അത് ഇപ്പോൾ നമ്മളെ എല്ലാ വീഡിയോകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അതൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കാണ് മൂവ് ചെയ്യാന്ന്. സോ എപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യുക ഇൻറ്റേർണൽ ടു എക്സ്റ്റേണലാണ്. ഇൻറ്റേർണൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കാണ്, FEG ആണ്. അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള മാർക്കറ്റിനെ ഇപ്പോൾ ഒരു സ്വിങ്ങിൻ്റെ ഹൈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് എക്സ്റ്റേണലാണ്. സോ ഹൈൻ്റെ ഉള്ളിൽ, ആ ഹൈൻ്റെയും ലോൻ്റെയും ഇടയിൽ, ആ ഉണ്ടാക്കിയിട്ടുള്ള സ്വിങ്ങിൻ്റെ ഇടയിലുള്ള POIsകളാണ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റീസ്. സോ ഇൻറ്റേർണൽ ടു എക്സ്റ്റേണലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബയാസ് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഓർഡർ ബ്ലോക്ക്, FEG, ഹൈ, ലോ, അതുപോലെ തന്നെ ഇംബാലൻസുകൾ, വോളിയം ഇംബാലൻസ്, ലിക്വിഡിറ്റി വോയിഡ്സ്, അതുപോലെയുള്ള സംഗതികളാണ് എന്ത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉള്ള ഭാഗങ്ങൾ. അതായത് മാർക്കറ്റിൽ കൂടുതലായിട്ട് ലിക്വിഡിറ്റി ഉള്ള പോർഷൻസ്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കേഴ്സും ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ട്രേഡിങ്ങിൻ്റെ ഫുട് പ്രിൻറ്റ്സാണ് അതൊക്കെ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മറ്റൊന്നിലേക്ക് പോകും. അതായത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി, അതായത് മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലിക്വിഡിറ്റി എവിടെയാണോ അവിടെ വരെ പോകും. സോ അവിടെ നിന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും, വേറൊരു സ്ഥലത്തേക്ക് മാറും. സോ ഇങ്ങനെ ഇതിനെ കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ മാർക്കറ്റിനെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുക. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. ഇതൊരു ഓർഡർ ബ്ലോക്ക് വിത്ത് FEG ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി ഇതിൻ്റെ ഹൈ എടുത്തു. ഇതല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിൽ പോയി ഇതിൻ്റെ ഹൈ എടുത്തു. സോ മാർക്കറ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ വന്നു, ഇൻറ്റേർണൽ ഏരിയയിൽ വന്നു. ഇൻറ്റേർണൽ ഇതൊരു ഫുട് പ്രിൻ്റാണ്, ഇവിടെ ടാപ്പ് ചെയ്തു, എക്സ്റ്റേണലിലേക്ക് പോയി. ഇത് തന്നെയാണ് നമ്മൾ ഫ്രാക്ചറിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇത് തന്നെയാണ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സ്വഭാവം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് ഇന്നോടത്തുനിന്ന് ഇന്നോടത്തേക്കാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ്സിൻ്റെ ഇതിൽ പോയി സംസാരിച്ചാൽ നടക്കില്ല. നമ്മൾ മന്ത്ലി പോകണം. അപ്പോഴാണ് നമുക്കൊരു മന്ത്ലി ഉള്ള മൂവ് എങ്ങടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണ് മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഹൈ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ, പിന്നെ അതായത് ആ ഹൈ ക്രിയേറ്റ് ചെയ്തൊരു ക്യാൻഡിലുണ്ട്. ആ ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലാണ് പിന്നെ അടുത്ത ക്യാൻഡിൽ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഈ ഹൈ ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ ലോ സ്വീപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മുകളിൽ പോയി, അതിൻ്റെ പെർസെൻറ്റേജ് വൈസൊക്കെ അത് മുകളിൽ പോയി എത്തിയ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ന്യൂസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, താഴത്തേക്ക് വന്നു, ശേഷം ഇതിൻ്റെ ലോ എടുത്തു. ഇതിൻ്റെ ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. മാർക്കറ്റ് പിന്നെ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് 2 ക്യാൻഡിൽസ് വേറെ ഉണ്ടായി. 1, 2, 3, 4, 5, 6ാമത്തെ മാസം എന്ത് ചെയ്തു, ഈ 3ാമത്തെ മാസത്തിൻ്റെ ലോൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഇതിനർത്ഥം എന്താ? ഒക്കെ ലോജിക്കാണ്. ഓക്കെ, നമ്മളൊരു കഥ കേൾക്കുകയാണ്, അപ്പോൾ അതുപോലെ കേൾക്കുക, ഇതിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് മാർക്കറ്റ് അവിടെ ക്ലോസ് വന്നു? മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ
ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, താഴത്തേക്ക് വന്നു മാർക്കറ്റ്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി, അതായത് ഇതിന് ഈ ഒരു മാർക്കറ്റിന് ഇത്രയും ഹൈയിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു ക്യാൻഡലിൻ്റെ തുടക്കക്കാരായിരിക്കും എന്ന് വിചാരിക്കുക. ആ തുടക്കക്കാരൻ്റെ താഴെ പോയി അവരുടെ സ്വീപ്പ് ചെയ്ത ക്യാൻഡലിന് മേലെ ക്ലോസ് കിട്ടി. അപ്പോൾ മേലെ ക്ലോസ് കിട്ടി നമ്മളെന്താ വിചാരിക്കുക, ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ആണ് സാധ്യത. കാരണം ഇതിന് പുഷ് ചെയ്ത് ആ മന്തിന് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് ഫെയിലിയറായി. അപ്പോൾ എന്തായി, മുകളിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്തായത്, മാർക്കറ്റ് അതിന് ശേഷം അങ്ങനെ മുകളിലേക്ക് കണ്ടിന്യൂസ് പോയില്ല, നേരെ താഴത്തേക്ക് വന്നു. ഇതിനെ വീണ്ടും പുഷ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ക്ലോസ് വന്നു. സോ ക്ലോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ബയ്യേഴ്സിനെ കവർ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ സെല്ലേഴ്സിന് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മന്ത്ലി അവർ അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്ത് അതിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയി. സോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതിൻ്റെ ലോ ആണ് അടുത്ത ടാർജറ്റ്. ഇവിടെ ഇത് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈ ആയിരുന്നു ടാർജറ്റ്, പക്ഷേ അതുവരെ മാർക്കറ്റ് പോയില്ല. ഇനി ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്തത് എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് വീക്കിലിയിലേക്ക് പോവുകയാണ്. വീക്കിലി എന്താ ഉണ്ടായിരിക്കുന്നത്, മാർക്കറ്റ് ഇതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ലോ സ്വീപ്പ് ചെയ്തു. ഈ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ മാർക്കറ്റിന് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. ഇവിടെ ഇത് താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ FEGനെ ടാപ്പ് ചെയ്ത് ആ FEGൻ്റെ മേലെ ക്ലോസ് വന്നിട്ടില്ല. അതായത് അതിൻ്റെ 50% മേലെ ക്ലോസ് വന്നിട്ടില്ല. ഈ 50% ആദ്യം ടാപ്പ് ചെയ്യുന്ന ക്യാൻഡിൽ ഇതാണ്, അതിൻ്റെ മേലെ ക്ലോസ് വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് ക്ലോസ് ഇടണമെങ്കിൽ ഇതിൻ്റെ വിക്കിൻ്റെ മേലെ ക്ലോസ് ഇടണം. അപ്പോൾ അവിടെ ക്ലോസ് വന്നിട്ടില്ല, മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് പോകുന്നു. സോ ഈ ക്യാൻഡിലിൻ്റെ ഹൈ എടുത്ത് ഈ ക്യാൻഡിൽ ഇതിൻ്റെ ലോ താഴത്തേക്ക് വന്നു. ഈ ക്യാൻഡിലിൻ്റെ മേലെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ വീക്കിലി അതങ്ങനെയാണ് ക്ലോസ് നടന്നിരിക്കുന്നത്. സൂം ചെയ്ത് പറയാം. സോ ഈ ക്യാൻഡിലിൻ്റെ മേലെ ക്യാൻഡിൽ ക്ലോസ് വന്നു. സോ ഈ ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് പോകും. കാരണം ഇതിൻ്റെ ഹൈയിലേക്ക് ക്ലോസ് തന്ന് മാർക്കറ്റ് ഇതിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ ഗ്രാബ് ചെയ്ത് ഇതിൻ്റെ മേലെ ക്ലോസ് വരുമ്പോൾ സ്ട്രോങ് ആണ് ബയേഴ്സ്. സോ ഇതിൻ്റെ ഹൈ എടുക്കും. സോ എന്തായി ഉണ്ടായത്, അതുപോലെ തന്നെ അത് ഇതിൻ്റെ ഹൈ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തു. ആ ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് തന്നോ, ക്ലോസ് തന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, മാർക്കറ്റ് അവിടെ വീക്കാണ്, മാർക്കറ്റ് ഇതിൻ്റെ ലോ എടുക്കണം. അപ്പോൾ മാർക്കറ്റ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നേരെ വന്ന് ഇതിൻ്റെ ലോ എടുക്കല്ല ചെയ്യുക. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. മാർക്കറ്റ് വീണ്ടും പോയി ഈ ഗ്രാബ് ചെയ്ത ക്യാൻഡിലിൻ്റെ, അതായത് വൺസ് സ്വീപ്പ് തന്നു, സെക്കൻഡ് ടൈം വീണ്ടും സ്വീപ്പ് തന്നു. അപ്പോൾ എന്തായി, ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാർ പൊട്ടന്മാരായി. അതായത് ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മേലെ ക്ലോസ് വരുന്ന സമയത്ത് മുകളിലേക്ക് ട്രൈ ചെയ്ത ആൾക്കാർക്ക് ഇതുവരെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്ത അവരെ സ്വീപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ ക്ലോസ് വന്നപ്പോൾ ഇവിടെ SL ഇട്ട ആൾക്കാരുടെ കാര്യം എന്തായി, അവരുടെ അധോഗതിയായി, അവരെ സ്വീപ്പ് ചെയ്തു. ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. മാർക്കറ്റ് ഈ ക്യാൻഡിലിൻ്റെ മേലെ ക്ലോസ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രേഡ് മുകളിലേക്കാണെന്ന് മനുഷ്യന്മാർ വിചാരിക്കും, അവർ ബൈ ചെയ്യും. അങ്ങനെ അവർക്ക് ഈ താഴെ നിന്ന്, അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിലേക്ക്, അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ്. സോ അതിൻ്റെ താഴെ നിന്ന് അവർ ബൈ ചെയ്യും. എന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയതിൻ്റെ മേലേക്ക്, അതായത് ഇതാണുള്ള ടാർഗറ്റ്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ അവർക്ക് എന്ത് ചെയ്തു, ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അവർ ഇത്രയും മുകളിലേക്ക് പോയി. അതിനുശേഷം എന്താക്കി, മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആയി. വീണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോകാനാണ് ചാൻസ്, കാരണം ക്ലോസ് കിട്ടിയല്ലോ. ക്ലോസ് കിട്ടിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ ആൾക്കാർ ഇതിൻ്റെ താഴെ നിന്ന്, അതായത് മാർക്കറ്റ് ഓപ്പൺ ആയതിൻ്റെ താഴെ നിന്ന് ബൈ ചെയ്യും, ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് ചെയ്യും, ഇതിൻ്റെ ഹൈന്. അത് വീണ്ടും അവർക്ക് എന്ത് ചെയ്തു, ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് വന്നത് ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ തേർഡായിട്ട് ഇതിൻ്റെ ലോ ആണ് പിന്നെ മാർക്കറ്റിൽ ഇത് ഈ ക്യാൻഡിലിൻ്റെ ഈ അടുത്ത തേർഡ്, അതായത് ഈ ഒരു ക്യാൻഡിൽ ഒരു വീക്ക് ഓപ്പൺ ആകുമ്പോൾ ഇതിൻ്റെ ഓപ്പൺ ആയതിൻ്റെ മുകളിൽ നിന്ന് അവർ സെല്ല് ചെയ്യും. സെല്ല് ചെയ്തതിന് ശേഷം അവർ എന്ത് ചെയ്യും, ഇതിൻ്റെ ലോയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതിവിടെ ക്ലോസ് ആയതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ആയത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ സെല്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അവർ ചിലപ്പോൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. ആ സെല്ല് ചെയ്തതിന് ശേഷവും മാർക്കറ്റ് എന്താ ചെയ്തിരിക്കുന്നത്, അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ മേലേക്ക് മാർക്കറ്റ് പോകുന്നു. പക്ഷേ മാർക്കറ്റ് പോയി അത് സ്വീപ്പ് ചെയ്തു. അപ്പോൾ എന്തായി, ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനെ വീണ്ടും സ്വീപ്പ് നടന്നു. ഇവിടെ താഴത്തേക്കാണ് മാർക്കറ്റ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഈ മാർക്കറ്റ് ഇത് ക്ലോസ്, ഇപ്പോൾ ഇതിൻ്റെ മേലെ സ്വീപ്പ് തന്നതിന് ശേഷം ഒരു വട്ടം, ഇപ്പോൾ 2 വട്ടം സ്വീപ്പായി. അപ്പോൾ
ഈ വീക്കിലിയൊക്കെ 2 ടൈംസ് സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്രയും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. മാർക്കറ്റ് മോസ്റ്റ്ലി താഴത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ പ്രോബബിലിറ്റിയാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ സ്റ്റോറി വായിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ അത് മനസ്സിലാക്കണം. മാർക്കറ്റ് ഏതുവരെ പോകും? മാർക്കറ്റ് ഇതുവരെ പോകും. ഓക്കെ, അതുവരെ പോകും എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും? ട്രേഡിനെ കുറിച്ചിട്ട് ചിന്തിക്കും. മാർക്കറ്റ് അടുത്തത് ഓപ്പൺ ആയിട്ടുള്ള ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ആയത്, അതിൻ്റെ ഓപ്പണിൻ്റെ മേലെ, അതായത് സെല്ലിലെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഓപ്പണിൻ്റെ മേലെ സെല്ല് ചെയ്യാൻ നോക്കും. ഓപ്പണിൻ്റെ മേലെ സെല്ല് ചെയ്ത് അതിൻ്റെ താഴെ ഇതുവരെ ലിക്വിഡിറ്റി മീൻസ് ഈ ഒരു ലിക്വിഡിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് അതിൻ്റെ താഴെ പോയി ക്ലോസ് വരുമ്പോൾ എന്താ വീണ്ടും ഇവിടെ സംഭവിച്ചത്? കൺഫർമേഷനായി താഴത്തേക്ക് പോവുകയാണെന്ന്. അപ്പോൾ അടുത്ത ആഴ്ച ക്ലോസ് കിട്ടിയതിന് ശേഷവും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലോയിലേക്ക് പ്ലാൻ ചെയ്തു, ഇതിൻ്റെ ലോ എടുത്തു. അപ്പോൾ അതുപോലെ തന്നെ ഇത് സ്വീപ്പ് ചെയ്തു. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഇംബാലൻസുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഇംബാലൻസ് ആണ്. ഇവിടെ വോളിയം ഇല്ല, ഇവിടെ വിക്കുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി, അതിൻ്റെ മേലെ ക്ലോസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ റിജക്ഷൻ്റെ ഏരിയകളാണ്. പക്ഷേ ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ആയതുകൊണ്ട് വാല്യൂ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യില്ല. അതിനെക്കുറിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പിലാവുന്നു. പക്ഷേ വലിയ ടൈം ഫ്രെയിമിൽ, അതായത് വീക്കിലി മന്ത്ലി ഒക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണെങ്കിൽ പോലും നമ്മൾ മുമ്പ് സംസാരിക്കേണ്ടായി ഇപ്പോൾ മന്ത്ലീൻ്റെ FEG ടാപ്പ് ചെയ്തതൊക്കെ. അപ്പോൾ അതുപോലെ ആണ് ഇതിനെ കൺസിഡർ ചെയ്യുക. എന്തായാലും മാർക്കറ്റിൻ്റെ മേലെ പോയി ക്ലോസ് കിട്ടി. മാർക്കറ്റ് വീണ്ടും ഇതിനെന്തായി ഇവിടെ ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? സ്വീപ്പ് ചെയ്തു. ഫസ്റ്റ് ഇതിനെ സ്വീപ്പ് ചെയ്തു, സെക്കൻഡ് ഇതിനെ സ്വീപ്പ് ചെയ്തു, മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അപ്പോൾ മാർക്കറ്റ് പിന്നെ താഴത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് റിപ്പീറ്റഡ് ആവും, ഇങ്ങനെ സ്വീപ്പും കണ്ടിന്യൂവേഷനും ഒക്കെ റിപ്പീറ്റ് ആവും, അങ്ങനെ താഴത്തേക്ക് പോവുകയാണ്. അങ്ങനെ കറൻറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് കാട്ടി? ഇതിൻ്റെ താഴെ വന്നിട്ട്, അതായത് നമ്മളുടെ മന്തിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെ ഇപ്പോൾ വീക്കിലി ക്ലോസ് കൊടുത്തിട്ടില്ല, പക്ഷേ മന്ത്ലി ക്ലോസ് കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. മന്ത്ലി ക്ലോസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയ കൺഫർമേഷനാണ്. പക്ഷേ വീക്കിലി ഇപ്പോഴും ക്ലോസ് കൊടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും പ്രതീക്ഷ എടുത്ത് മേലേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഈ ലോനെ ഗ്രാബ് ചെയ്തു, ആ ഗ്രാബ് ചെയ്തതിനെ വീണ്ടും ഗ്രാബ് ചെയ്തു. അപ്പോൾ മോസ്റ്റ്ലി വീക്കിലി ഇതായിരുന്നു ടാർഗറ്റ്. അത് മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതിനെയും സ്വീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. പിന്നെ അതിനുശേഷം അടുത്ത ലോ ഉണ്ടാക്കി, അടുത്ത ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ട് അതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ലോ ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെയാണ് അതിൻ്റെ ലോ, ഇവിടെ അതുണ്ട്. ഓക്കെ, ശേഷം മാർക്കറ്റ് ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു ക്യാൻഡിലിനെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞതുപോലെയുള്ള ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, വീക്ക്ലി ഇംബാലൻസ് ആണത്. മാർക്കറ്റിന് താഴെയാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത്. അതിനെ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ക്യാൻഡിൽ ഇതിനെ സ്വീപ്പ് ചെയ്ത ടൈമിൽ ഇതിൻ്റെ ലോ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ലോ ഓൾറെഡി അതിൻ്റെ താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലോസ് വന്നതുകൊണ്ട് തന്നെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ലോൻ്റെ താഴത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തായി? ഇതിൻ്റെ ഹൈ വീണ്ടും പോയി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, താഴത്തേക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ ലോ എടുത്തിട്ടില്ല. മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറി ഒരു ഇൻറ്റേർണൽ ബാറാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷൻ. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ മന്ത്ലി നമുക്കിനി നെക്സ്റ്റ്, അതായത് ഇതിൻ്റെ താഴെ ക്ലോസ് കിട്ടിയത് കൊണ്ട് ഈ ഒരു ലോ ഇവിടെ ലോയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ആ ലോൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ എന്താ നോക്കുമ്പോൾ ഇവിടെ ഒരു FEG ഉണ്ട്. ഈ FEG ഇത് ഇൻറ്റേർണൽ ബാറാണ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇതാണ് FEG. FEGയിൽ 50% താഴെ മാർക്കറ്റ് ഇതുപോലെ ക്ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ ആയിട്ടുള്ള FEG പറയുകയാണെങ്കിൽ ഇത് FEG ആണ് ഇൻറ്റേർണൽ ആയിട്ടുള്ളത്. അവിടെ മൊത്തത്തിലുള്ള FEG ഇവിടെ ഓൾറെഡി FEG ഉണ്ട്. കാരണം 1, 2, 3 ക്യാൻഡിൽ ഇത് ഇൻസൈഡ് ബാറാണ്. അപ്പോൾ അതിന് ശേഷം ഉള്ള OB ഇവിടെ ഉണ്ട്, മന്ത്ലി ഉള്ള OB ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ OBനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു അഡ്വാൻസ്ഡ് OB അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ എന്ത് ചിന്തിക്കേണ്ടതില്ല. അഡ്വാൻസ് OBയിലാണ് നമ്മൾ പോയിട്ട് അതിനെ റിഫൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള അഡ്വാൻസ് OBകൾക്കായിരിക്കും പ്രാധാന്യം. എന്നാൽ ഇതുപോലത്തെ ഉള്ള OB ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയ OBക്കായിരിക്കും ഇവിടെ പ്രാധാന്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഒരു റെഡിഷ് കളർ കൊടുത്തു, അതിനെ ഒന്ന് വീക്കിലിയിൽ റിഫൈൻ ചെയ്യാൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവിടെ ഇഷ്ടംപോലെ FEGകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകളുണ്ട്.
അപ്പോൾ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ മാർക്കറ്റ് ഇതിന് ടാപ്പ് ചെയ്ത് കൊണ്ട് മേലേക്ക് പോയി, ടാപ്പ് ചെയ്ത് കൊണ്ട് മേലേക്ക് പോയി, അങ്ങനെയൊക്കെ കളിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ന്യൂസ് ബാധകമായിരിക്കും, മറ്റേ വേൾഡിലുള്ള എക്കണോമിക് ക്രൈസിസുകൾ ബാധകമായിരിക്കും, ഒക്കെ ഇതിന് ബാധകമാണ് മാർക്കറ്റിന്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ മാർക്കറ്റ് താഴത്തേക്ക് പോകേണ്ട സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഗോൾഡിൽ ഇപ്പോൾ USD വീക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും താഴത്തേക്ക് പോകില്ല. മാർക്കറ്റ് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയേ ചെയ്യുള്ളൂ, കാരണം USD വീക്കാണ്. സോ USD സ്ട്രോങ് ആകുമ്പോഴാണ് ഗോൾഡിൻ്റെ പ്രൈസ് താഴത്തേക്ക് പോവുക. ഓക്കെ, മറിച്ച് USD വീക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ രണ്ടും ഒരേ സൈഡിലേക്കാണ് പുഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഈസിയായി. USD സ്ട്രോങ് ആയി മാർക്കറ്റിന് താഴെ പോകണം, താഴെ പോകും. USD വീക്കായി മാർക്കറ്റിന് മേലെ പോകണം, ഈസിയായിട്ട് മേലെ പോകും. അങ്ങനെയാണ് ഇതിൽ നടക്കുന്ന കാര്യം. അതിന് എന്തൊക്കെ ബാധകമാവും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ബാധകമാവും. ഓക്കെ, അതാണ് ന്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ഭാഗങ്ങൾ. അങ്ങനെയാണ് വേൾഡിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് വരുന്ന കാര്യങ്ങളൊക്കെ അതാണ് മാർക്കറ്റിൻ്റെ എന്താ പറയുക, ആൾക്കാരുടെ തോട്ട്സ്. അപ്പോൾ നിലവിലിപ്പോൾ മാർക്കറ്റിന് താഴെ ഈ പറഞ്ഞ പോർഷൻസുകളല്ലാണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഡെയിലിയിലേക്ക് പോവുകയാണ്. ഡെയിലി പോകുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു സ്വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു സ്വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു സ്വിങ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു സ്വിങ് മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ലോ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയതും കൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടും മാർക്ക് ചെയ്തത്. ഇതിനെ രണ്ടിനെയും മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് മീൻസ് എക്സ്ട്രീംസ് ലാസ്റ്റ് സ്വിങ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇതായിരിക്കും, ഈ ഒരു ഹൈ ആയിരിക്കും. പക്ഷേ ഇവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് ഇത് ഗ്രാബ് ചെയ്താൽ മതി. പോരാത്തതിന് ഇവിടെ ഇത് ഒരു അഡ്വാൻസ് ഓർഡർ ബ്ലോക്കിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അതായത് ഇതൊരു അഡ്വാൻസ് ഓർഡർ ബ്ലോക്കാണ്, മൊത്തത്തിൽ ഒരു ഓർഡർ ഫ്ലോയാണ്. ഓക്കെ, ഈ ഓർഡർ ഫ്ലോയിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതിലൊരു എന്തില്ല, ഓർഡർ ബ്ലോക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 50% ആയിരുന്നു റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പറയാറ്. പക്ഷേ ഇത്രയും വലിയ കേസിലൊന്നും അങ്ങനെ ടപ്പേന്ന് പറഞ്ഞ 50% റെസ്പെക്റ്റ് ചെയ്ത് പോകില്ല മോസ്റ്റ്ലി. അപ്പോൾ ഈ ഒരു ലാസ്റ്റുള്ള ഈ ഒരു പോർഷൻ വേണമെങ്കിൽ എടുക്കാം റിഫൈൻ ചെയ്തിട്ട്. വലിയ ടൈം ഫ്രെയിമിൻ്റെ കഥകളാണ് നമ്മൾ പറയുന്നത്, ചെറുതല്ല. ചെറുതിലൊന്നും പോയി ഈ പരിപാടി ചെയ്യരുത്, അപ്പാട് അടി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ടൈം എടുത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയത്തിൻ്റെ മേലെ മാർക്കറ്റിന് ക്ലോസ് ഇല്ല. സോ ഞാനെന്താ ചെയ്തത്, ഈ ഒരു വോളിയമുള്ള അഡ്വാൻസ് ഓർഡർ ബ്ലോക്കിൻ്റെ ബോഡി ഭാഗത്തിനെയാണ് ഞാൻ റിഫൈൻ ചെയ്തത്. കാരണം അതിൻ്റെ 50% മാർക്കറ്റ് റിജക്ഷനും തന്നിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ 50% മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു. സോ അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് വരുമ്പോൾ എന്താണ് മാർക്കറ്റിന് നെക്സ്റ്റ് ഉള്ള ഒരു ഏരിയ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് FEG ഉണ്ടാക്കി. അതിനോട് ചേർന്ന് മാർക്കറ്റിന് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത്. മാർക്കറ്റ് ഇതിനെ സ്വാഭാവികമായിട്ട് ഇതിനെ ടാപ്പ് ചെയ്തു, ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ ടാപ്പ് ചെയ്തു. സോ ഇത് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് ചെറിയ പുൾ ബാക്കുകൾ തരുന്നുണ്ട്. ഇനി പുൾ ബാക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, മാർക്കറ്റിന് ഇപ്പോൾ സംഭവിച്ചിടത്തോളം മാർക്കറ്റിന് മുകളിലേക്ക് പോകേണ്ടതില്ല, മാർക്കറ്റിന് താഴത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ബയാസിൻ്റെ സൈഡ് മാർക്കറ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ബയാസിൻ്റെ സൈഡ് മാർക്കറ്റിന് ഒരു എന്താ പറയാം, ബയാസിൻ്റെ സൈഡാണ് മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ടുള്ള POIs ഉള്ളതെന്നുണ്ടെങ്കിൽ ബയാസ് പോകേണ്ട അതേ സൈഡ്, അതായത് ബയാസ് ഇപ്പോൾ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ എപ്പോൾ റീടെസ്റ്റ് തരുന്നോ അത് സ്ട്രോങ് ആയിട്ടുള്ള OBSന് റീടെസ്റ്റ് തരും. മറിച്ച് മാർക്കറ്റ് ബയാസിൻ്റെ ഓപ്പോസിറ്റ് എത്ര സ്ട്രോങ് ഉള്ളത് നിന്ന് കഴിഞ്ഞിട്ടും കാര്യമില്ല, അതിനൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പുൾ ബാക്ക് തരും. ഇപ്പോൾ ഇവിടെ ഇതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഉള്ള ഭാഗമാണ്, ഇതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഉള്ള ഭാഗമാണ്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലോ ഗ്രാബ് ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഈ ഒരു പോർഷൻ മൊത്തം ഒരു ഇൻറ്റേർണൽ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ഈ ഒരു ഹൈൻ്റെയും ഈ ഒരു ലോൻ്റെയും ഇടയിലുള്ള ഭാഗം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയ ഒരു ക്യാൻഡിൽ വന്ന് ഇവിടെ ഇൻറ്റേർണൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രക്ചർ പോലെ ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. സോ ഇവിടെ നിന്ന് ഓൾറെഡി മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അഡ്വാൻസ്ഡ് OB ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഈ പറഞ്ഞ കണ്ടീഷൻ പോലെ തന്നെ ഇങ്ങനെ ഇടയിലുണ്ടായിരിക്കുന്ന ഒരു പുൾ ബാക്ക് പോലെ ഉള്ള ഭാഗം
ഇതൊരു അഡ്വാൻസ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഒരു OB ആയിട്ട് മാർക്ക് ചെയ്യും. അതിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴത്തേക്ക് വന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫൈൻ ചെയ്യാൻ ഒരുപാടുണ്ടാവും. 4 hourൻ്റെ ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്നൊക്കെ ട്രേഡുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും ട്രേഡുകൾ ഷെയർ ചെയ്തിട്ടുള്ളതും ആ ട്രേഡൊക്കെ സക്സസ് ആയിട്ടുള്ളതുമാണ്. ഓക്കെ, അതൊക്കെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ഒരു സ്റ്റോറി ഇങ്ങനെ പറയാം, മാർക്കറ്റിൽ ഉണ്ടാകുന്ന സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതകൾ പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് ഭാവിയിൽ ഉണ്ടാവുക. അപ്പോൾ ഭാവിയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മുൻകൂട്ടിയിട്ട് മാർക്ക് ചെയ്തിടും. അതായത് മാർക്കറ്റ് ഇപ്പോൾ 1 month എങ്ങോട്ടാണ് അല്ലെങ്കിൽ 1 week എങ്ങോട്ടാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഡേനെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇതിനെ സ്വീപ്പ് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ലിക്വിഡിറ്റി നമ്മൾ ഡെയിലി വീക്കിലി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലോ ആണ്. അത് മാർക്കറ്റ് ഓൾറെഡി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോസ് വരുമ്പോൾ പിന്നുള്ള അതെന്താ, ഇതാണ്. അതിനെ മാർക്കറ്റ് മുകളിൽ കയറി ക്ലോസ് വന്നിട്ടുണ്ട്. പിന്നുള്ളത് എന്താണ്, അങ്ങനെ മേലേക്ക് അല്ല, ഇത് താഴത്തേക്ക് ക്ലോസ് വന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ലോ ആണ്. അത് മാർക്കറ്റ് താഴത്തേക്ക് പോയി ക്ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി, പിന്നെ വീണ്ടും ഇതിൻ്റെ ലോ ആയി. ഇതേപോലെ തന്നെ മാർക്കറ്റ് പോയി ലോ ആയി, പിന്നെ അത് ഗ്രാബ് ചെയ്ത് മേലെ ക്ലോസ് വന്നു. മേലെ ക്ലോസ് വന്നപ്പോൾ എന്തായി, ഇതിൻ്റെ ഹൈ ആയി. ഓക്കെ, പിന്നെ മാർക്കറ്റ് അതും സ്വീപ്പ് ചെയ്തിട്ട് താഴെ ക്ലോസ് വന്നു. താഴെ ക്ലോസ് വന്നപ്പോൾ എന്തായി, ഇതിൻ്റെ ലോ ആയി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു ഹൈ എടുത്ത മാർക്കറ്റ് താഴെ ക്ലോസ് വരുമ്പോൾ ഇതിൻ്റെ മേലെ ക്ലോസ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഹൈ ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇവിടെ താഴെ ക്ലോസ് ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇതിൻ്റെ താഴെ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ. ഓക്കെ, ഇതിൻ്റെ താഴെ ക്ലോസ് വരുമ്പോൾ ഇതിൻ്റെ ലോ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ താഴെ വന്നിട്ട് ഈ ഒരു ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ താഴെ ക്ലോസ് വരുമ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇതിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴെ ക്ലോസ് വന്നതുകൊണ്ട്, ഈ ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ താഴെ ക്ലോസ് വന്നതുകൊണ്ട് ഇവിടെ കണ്ടിന്യൂഷനായിട്ട് ഇതിൻ്റെ ലോ എടുക്കണം. ഇതിൻ്റെ ലോ എടുത്തു. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലോ എടുത്തു, ക്ലോസ് വന്നു. ഓക്കെ, ഈ ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാർക്കറ്റ് എല്ലാ പ്രീവിയസ് ക്യാൻഡിലുകളെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ഇത് ഓൾറെഡി എടുത്ത് താഴെ ക്ലോസ് വന്നു. ഈ ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ താഴെയുള്ള ലോ എടുക്കണമായിരുന്നു. ആ ലോ എടുത്ത് ക്ലോസ് വന്നു. സോ ക്ലോസ് വന്ന് പോകുമ്പോൾ താഴത്തേക്കുള്ളത് നോക്കി ഇത് ക്ലോസ് ചെയ്തു. പക്ഷേ ഇത് ഗ്രാബ് ചെയ്തിട്ട് മേലെ ക്ലോസ് ആവുന്നത്. അപ്പോൾ എന്തായി, ഇത് ഗ്രാബ് ചെയ്ത് മേലെ ക്ലോസ് വന്നപ്പോൾ ഇതിൻ്റെ ഹൈ ആണ്. പിന്നെ ആ ഹൈ എടുത്തു. നെക്സ്റ്റ് ഉണ്ടാവുന്ന ക്യാൻഡിൽ അതിൻ്റെ ഹൈ എടുത്തു. അതിനുശേഷം താഴെ ക്ലോസ് വന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ലോനാണ് വാല്യൂ, ഇതിൻ്റെ ലോ വന്നെടുത്തു. ലോ എടുത്തു മാർക്കറ്റ് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഈ ഒരു പോർഷനിൽ ക്ലോസ് വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഹൈ ആണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ ഗ്രാബ് ചെയ്തിട്ട് ക്ലോസ് വന്നിരിക്കുകയാണ്. ഈ ഒരു ഹൈ ആണ്. ഓക്കെ, ഇനി ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി നെക്സ്റ്റ് ഡേയിൽ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈയിലേക്ക് നമ്മൾ കൺഫർമേഷനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഹൈൻ്റെ മുമ്പ് നമ്മളിപ്പോൾ ഈ ഹൈ മാർക്ക് ചെയ്യുന്നതിൻ്റെയോടൊപ്പം നമ്മൾ നോക്കേണ്ടത് ആ ഹൈ എടുക്കാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഹൈ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും വലിയ ഓർഡർ ബ്ലോക്കുകൾ ഇല്ലാതിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ 4 hourൻ്റെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. കാരണം ഓൾറെഡി ഇവിടെ ഇത് വലിയൊരു സ്ട്രക്ചർ ഉണ്ട്. ഇത് 1 2 3 എന്ന് പറയുന്നത് പോലെ ഇവിടെ ഓൾറെഡി ഒരു ചെറിയ OB ഉണ്ട് തോന്നുന്നു, ഓർഡർ ബ്ലോക്ക് ഇതുണ്ട്, FEG ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. മാർക്കറ്റിന് ഇത് ഇവിടെ വന്ന് ആക്ട് ചെയ്തിട്ട് താഴത്തേക്ക് പോവാം. ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ എടുക്കായിരുന്നു. ഇതിപ്പോൾ മാർക്കറ്റിന് ഇവിടെ ഓൾറെഡി ഒരു OB ഉണ്ട്, ഇതിനെ ടാപ്പ് ചെയ്ത് പോകാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാത്തിനും ഈ പറഞ്ഞതുപോലെ കണക്ഷൻ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. അവിടെ 4 hourൻ്റെ OB ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിക്കണത്. ഇവിടെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവിടെ ഒന്നും 4 hourൻ്റെ OB ഇല്ല. ഇതൊരു OB ആയിരുന്നു. ഇതൊരു ലാസ്റ്റ് OB ആയിരുന്നു. ഇപ്പോൾ 1 hourൽ 1 ഡേയിൽ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ നമ്മൾ ഈ ഒരു OB മാർക്ക് ചെയ്തു. 1 ഡേയിൽ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഇതിനെ സംബന്ധിച്ചിടത്തോളം താഴെ ക്ലോസ് വന്നു. ഇതിൻ്റെ ലോ എടുത്തു. ഇതിൻ്റെ ലോ എടുത്ത് മാർക്കറ്റ് പോകുമ്പോൾ ഇവിടെ ഉള്ള ഒരു OB വരെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇത് ഈ ഒരു ലോ എടുത്ത് മാർക്കറ്റ് താഴ്ന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്ന രീതിയിൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ CISD നമ്മളുടെ ഒരു ഡേൻ്റെ ഹൈ എടുത്ത് നമ്മളിതിനെല്ലാം കമ്പൈൻ ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷനായി പോകേണ്ട. അതൊരു സ്റ്റോറി ആയിട്ട് കേൾക്കുക. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് വരും. ബയാസ്
മനസ്സിലാക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ല, ബയാസ് പഠിക്കല്ലാതെ നിവൃത്തിയില്ല. അതിന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്ത് ഇനിയും വീഡിയോ ചെയ്യല്ലാതെ വേറെ നിവൃത്തിയില്ല. ബയാസ് എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ട്രേഡ് എങ്ങടാ പോകുന്നതെന്നുള്ള ഐഡിയ കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ കമ്പൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബിൽഡിങ്ങിൻ്റെ കട്ടകൾ കൂട്ടി വയ്ക്കുന്നത് പോലെ ഓരോരോ ഇതൊക്കെ ഓരോ റൂളുകളാണ്. ആ റൂളുകളൊക്കെ ഇങ്ങനെ മെല്ലെ 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 കണ്ട് ആഡ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഉള്ളിൽ ട്രേഡ് നോക്കുമ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് ഇവിടെ നിന്ന് ലോ ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് ഒരു CISD സ്വിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യേണ്ടത് ഈ ഒരു ഏരിയ വരെയാണ്. ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഹൈനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്ത് CISD കിട്ടുമ്പോൾ, ഈ ഒരു ലോനെ ഗ്രാബ് ചെയ്ത് CISD കിട്ടുമ്പോൾ, ഈ ഒരു ഹൈനെ ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് താഴെ ക്ലോസ് വരുമ്പോൾ, ഇങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ ഇവിടെ ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കേസാണ്. ഞാനിപ്പോൾ ഇതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു 2 കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിലിനെ, ഡേൻ്റെ ക്യാൻഡിലിനെ, ഈ ഒരു ഹൈ നമുക്ക് എന്താണ്, ഈ ഒരു ഹൈ എടുക്കണം എന്നുള്ളതായിരുന്നു. ആ ഹൈ എടുത്തു മാർക്കറ്റ്. അപ്പോൾ അതിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് പോയി നോക്കുക. ഇതിന് ഞാനൊരു 2 എന്നുള്ളത് 4 ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 15 മിനിറ്റ്സിലേക്ക് പോയി. 15 മിനിറ്റ്സിലേക്ക് പോകുമ്പോൾ ആ ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട്, നമുക്ക് ഡാർക്കായിട്ട് മാർക്ക് ചെയ്തത്. നമ്മുടെ പ്രകാരം CISD സ്വിച്ച് കിട്ടണം എന്നുള്ളതാണ്. മാർക്കറ്റ് ഓൾറെഡി മേലെ പോയിട്ട് ഓപ്പൺ ആയിക്കുക ചെയ്തിരിക്കുന്നത്. ഈ ഡേൻ്റെ ഹൈൻ്റെ മേലെ പോയി ഓപ്പൺ ആയി മാർക്കറ്റ്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെങ്തി ആയിട്ടുള്ള സംഗതി ഉണ്ടാക്കി. അതായത് ഇതാണ് ഒരു CISD കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കി ഹൈൻ്റെ താഴെ ക്ലോസ് കിട്ടണം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇതിൻ്റെ താഴെ ക്ലോസ് തരണം. അപ്പോൾ ഇതേ സ്ഥാനത്ത് ഓക്കെ, ഇതിൻ്റെ താഴെ ക്ലോസ് തരണം. ഇതിൻ്റെ താഴെ ബോഡി ക്ലോസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോഡി ക്ലോസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ ഇത്രയും വലിയ മൂവാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൽ സെഷൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വേറെ വരേണ്ടതുണ്ട്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്കുള്ള, അതായത് ഇത് ക്ലോസ് കിട്ടിയത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ താഴത്തേക്കുള്ള സ്ട്രക്ചർ മാപ്പ് ചെയ്യുക. എന്നിട്ട് എന്താ ഉണ്ടായിരിക്കും നോക്കി നോക്കുക. അപ്പോൾ താഴത്തെ സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ലോ ആണ്. ഈ ലോൻ്റെ ഉള്ള IDM എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ തട്ടി താഴത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ലോ ഏതാണ്? ഇതാണ് ഒരു ലോ. ഇതിലുള്ള IDM ഏതാണ്? ഇത് IDM ആണ്, ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇത് എൻട്രിയാണ്. ഒരു എൻട്രി അല്ലേ? ടാപ്പ് വന്നിട്ടില്ലേ? താഴെ പോയിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റേണ്ടത് നോക്കേണ്ടത്. ഇനി എൻട്രി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണതല്ലേ. അതിലവിടെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടോ, അവിടെ എങ്ങനെയാണ് കൺഫേം ചെയ്യുക, എൻട്രി മെത്തേഡ് അവിടെ വന്നിട്ടുണ്ടോ, ഇങ്ങനെ എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിലവിൽ മാർക്കറ്റ് ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് വന്ന് നിൽക്കുന്നത്. കുറേ വരകളാകുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കൊന്നുമില്ല. കൺഫ്യൂഷൻ ആവാതൊന്നും പഠിക്കാനും പറ്റില്ല. എന്താ ചെയ്യുക? അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് ആയതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഹൈൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള കുറേ ഓർഡർ ബ്ലോക്കുകൾ വേറെ ഉണ്ട്. 4 ഹവറിൽ നമ്മൾ പോയി മാർക്ക് ചെയ്യുക. ഒരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ ഇതാണ്. ഓക്കെ, നമ്മൾ ഇനിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സ്വിച്ച് കിട്ടി മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഓൾറെഡി മാർക്കറ്റ് ഇതിനെ ഗ്രാബ് ചെയ്തു. അപ്പോൾ ഇതൊരു OB-ആണ്. ഇതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായി, അതായത് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമുള്ള എൻട്രികൾ ചിന്തിക്കുക. കാരണം ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു അഡ്വാൻസ്ഡ് ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ ഒരു ഹൈനെ സ്വീപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ മേലെ ക്ലോസ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറി ഇങ്ങനെ പോകും എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കായിട്ടില്ല.
ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ പാറ്റേൺ മൊത്തം വന്നിരിക്കുന്നത്. അപ്പോൾ 1 2 3 ക്യാൻഡിൽസാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു FEG നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ആ FEGൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് തന്നിട്ടില്ല. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിൽ ഈ ഒരു OBനെ റിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു OB വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി അതിന് ശേഷം മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നോക്കി നോക്കുക. ഈ ഒരു ഹൈ ആണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് എടുക്കണം ചാൻസ് ഉണ്ടെന്നുള്ളത്. ഈ ഒരു ഹൈനെ സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഘട്ടം നോക്കാം. ഓക്കെ, സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വീപ്പ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ പോകുന്നുള്ളതല്ല, ഇവിടെ ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണോ പോയിരിക്കുന്നത് നോക്കി നോക്കാം. കാരണം നിലവിൽ ഇവിടെയുള്ള എല്ലാ ഓർഡർ ബ്ലോക്കും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നുപോലും ടാപ്പ് ചെയ്യാത്തതില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാം, 4 ഹവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് വരെ ഇവിടെ ടാപ്പ് ചെയ്യാതായിട്ടുള്ള എല്ലാ ഓർഡർ ബ്ലോക്കുകളും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിനർത്ഥം എന്താ, ഇനി ഇവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എടുക്കാനൊന്നുമില്ല. അതായത് എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതിൻ്റെ താഴെ പോകും, കൺഫേം ആയിട്ട് താഴെ പോകും. ബ്രേക്ക് ചെയ്യാതെ ഇപ്പോൾ ഡോളറിൻ്റെ കേസ്, ഡോളർ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് താഴെ പോവില്ല. ഗോൾഡ് ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്നിൽ പാറ്റേണിൽ അടിച്ച് കളിക്കുകയുള്ളൂ. സോ ഇതൊക്കെ കോമൺ സെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബയാസ് ഇതുപോലെ റീഡ് ചെയ്യണം. ഇതുപോലെ റീഡ് ചെയ്തിട്ട് ഇനി 4 ഹവറിൽ പോവുക. ആ 4 ഹവറിൽ പോയതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതേ പരിപാടി തന്നെ. നമുക്ക് ഞാൻ പറഞ്ഞു ഫ്രാക്ചർ എന്താണോ അത് തന്നെ ഇവിടെയൊക്കെ സംഭവിക്കാനുള്ളത്. മാർക്കറ്റ് ഇത് ഗ്രാബ് ചെയ്തു, ഇതിൻ്റെ ലോ ഗ്രാബ് ചെയ്തു, മേലെ ക്ലോസ് കിട്ടി. അപ്പോൾ സോ ഇതിൻ്റെ ഹൈ, ഇതാ ഹൈ ഇവിടെ എന്താ ഉണ്ടാക്കിയത്, ഈ ഹൈനെ സ്വീപ്പ് ചെയ്തു, താഴത്തേക്ക് വന്ന് ക്ലോസ് കിട്ടി. അപ്പോൾ ഇനി എന്താ ഇതിൻ്റെ ലോ. ഇനി 4 ഹവറിൻ്റെ ഉള്ളിൽ പോയിട്ട് 1 ഹവറിലൊന്നും ഈ കളി കളിക്കരുത്. അങ്ങനെ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫീസ് കൂട്ടിപ്പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഹവറിൻ്റെ ഒരു 4 ഹവർ ക്യാൻഡിൽ ഉണ്ടാവാൻ 4 മണിക്കൂർ വേണം. ആ 4 മണിക്കൂറും കൊണ്ട് ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യില്ല. 4 ഹവർ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്യില്ല. ഇപ്പോൾ അതിനുള്ള ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇതിൻ്റെ ഹൈ എടുത്ത് താഴെ ക്ലോസ് വന്നു, ഇതിൻ്റെ ലോ എടുത്തു, മാർക്കറ്റ് ഇല്ല, മേലേക്ക് പോവുക ചെയ്തത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്യാൻഡിൽസിൻ്റെ കേസ് നോക്കി നോക്കുക. ഇതിൻ്റെ മേലെ മാർക്കറ്റ് ക്ലോസ് വന്നു. ഓക്കെ, ഈ മാർക്കറ്റ് ഇതിൻ്റെ മേലെ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിലാണല്ലോ, ഇതിൻ്റെ മേലെ ക്ലോസ് വന്നു, മാർക്കറ്റ് ഇവിടെ പോയി ക്ലോസ് വന്നു. സോ ഇതിൻ്റെ ഹൈ എടുക്കും, ഇത് ഹൈ പോയി എടുത്തു. ഇതിൻ്റെ ലോ എടുക്കുന്നതിൻ്റെ മുമ്പ് മാർക്കറ്റ് പോയി അതിൻ്റെ ഹൈ എടുത്തു. ഇവിടെ അത് സംഭവിച്ചു. ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്, ഇവിടെ സംഭവിച്ചില്ല. ഇനി സംഭവിക്കാത്ത സ്ഥലം ഇനി ഉണ്ടാവും. നമുക്ക് റാൻഡ് ആയിട്ടുള്ളൊരു കേസ് എടുക്കാം. മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ ഏതാണ് ഹൈയോ ലോയോ ഏതാ ആദ്യം എടുത്തെന്നുള്ളത് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ ക്ലോസ് വരുമ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അപ്പോൾ അതായത് ഈ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഹൈ മാർക്കറ്റ് എടുത്തു, ലോ മാർക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടാർഗറ്റ് വയ്ക്കുക, നമ്മൾ വെയിറ്റ് ചെയ്യുക. സോ മാർക്കറ്റ് താഴത്തേക്ക് പോയി ഇതിൻ്റെ ലോ എടുത്തു, മാർക്കറ്റ് ഉള്ളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് ടാർഗറ്റ് വയ്ക്കുക. പറ്റില്ല, ഡൗട്ടാണ്, സംശയമാണ്, മിണ്ടാതിരുന്നാളാ. അല്ലാണ്ട് ഇതിങ്ങനെ ആയിരിക്കും, ഇതങ്ങനെ ആയിരിക്കും. എൻ്റെ അമ്മായിയുടെ മോനാണല്ലോ ഇത് നടത്തുന്നത്. മറ്റേ ആരെങ്കിലും ചായ മേടിച്ചു തരാൻ പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ മോൻ്റെ കടയാണല്ലോ, പറഞ്ഞാൽ അപ്പം തന്നെ ചായ ഇട്ടാൻ. വെയിറ്റ് ചെയ്യുക, മിണ്ടാതെ വെയിറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഫുഡ് പ്രിൻ്റ് ഉണ്ടോ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, ട്രേഡ് ചെയ്യുക. ഇല്ലേ, മിണ്ടാതിരിക്കുക. അച്ചടക്കത്തോടു കൂടി നല്ല കുട്ടിയായി നമ്മൾ വളർത്തുന്ന ഒരു പട്ടി എങ്ങനെയാണ് നമ്മൾ അനുസരിച്ചിരിക്കുക, അതുപോലെ ഇരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബ്രെയിന് യജമാനനാവുക, നമ്മുടെ മനസ്സ് യജമാനനാവുക, അതിനനുസരിക്കുന്ന ബ്രെയിനാവുക. ബ്രെയിൻ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ലോസേ ഉണ്ടാവും. അതുകൊണ്ട് തുള്ളിക്കളിക്കുന്ന ബ്രെയിനിനൊക്കെ, തുള്ളിക്കളിക്കാന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പാട്ട് ഓർമ്മ, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോൾ തുള്ളിക്കളിക്കുന്ന ബ്രെയിനൊക്കെ അച്ചടക്കത്തോടു കൂടി അനങ്ങാതെ നിൽക്കാൻ പറയുക. ഇത് നിൻ്റെ ടൈമല്ല, നിൻ്റെ അവസരമല്ല, നിനക്ക് മനസ്സിലാവുന്നില്ല, വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് എന്തായി, ഇതിപ്പോൾ ഇതിൻ്റെ താഴെ വീണ്ടും ക്ലോസ് വന്നു. സോ ഇത് ക്യാൻഡിൽസ് വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിലുകളല്ലേ. ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലോ പോയി എടുത്തില്ലേ, ഇതിൻ്റെ ലോ എടുത്തു, താഴെ ക്ലോസ് വന്നു, വീണ്ടും ഇതിൻ്റെ ലോ. നോക്കി നോക്കൂ, ഇതാണ് ബയാസ്. ഇങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇതിനെ ഗ്രാബ് ചെയ്തു, അതിന് ശേഷം മേലെ ക്ലോസ് വന്നു, മേലേക്ക് പോയി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മേലത്തെ പോയി ഹൈ എടുത്തു. സോ
ഇങ്ങനെ ഓരോന്നും എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി നോക്കുക. ലോജിക്കാണിത്. അതായത് ഒരു മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി ഹൈ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലുള്ള ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ടാവും, താഴെയുള്ള ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവും. ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. സോ ആ ക്യാൻഡിലിൻ്റെ മേലെ വീണ്ടും പോയി ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? അവിടെയുള്ള സെല്ലേഴ്സിനെയൊക്കെ ഇവർ അടിച്ചോടിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതായത് സെല്ലേഴ്സിൻ്റെ മേലെ പോയിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. നേരെ തിരിച്ചാണെങ്കിലോ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, അതിൽ ബയേഴ്സ് സ്ട്രോങ് ആണ്, താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് വന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആ സെല്ലേഴ്സ് അത്ര പവർഫുള്ളാണ്, അവരതിൻ്റെ താഴെ കൊണ്ടുപോയി മാർക്കറ്റിനെ പുഷ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇനി അവർ സെല്ലേഴ്സ് താഴത്തേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോയി, പക്ഷേ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പൊന്തി വന്നു. വെള്ളത്തേക്ക് നമ്മളൊരു കാറ്റ് നിറച്ച ബോളെ പിടിച്ചമർത്തണ പോലെ മുമ്പാണ്ട് പൊന്തി വന്നു. അതിനർത്ഥം എന്താ? കഴിയുന്നില്ല, പവറില്ല താഴത്ത് പോയി ക്ലോസ് ചെയ്യാൻ. അപ്പോൾ അതിനർത്ഥം എന്താ? അത് മേലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കോമൺ സെൻസ് ഉപയോഗിക്കുക, സിമ്പിളായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ഞാൻ കാര്യം പറഞ്ഞതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു ഐഡിയ ഉണ്ടാക്കുക. മൊത്തത്തിലൊരു ഐഡിയയാണ്. മറ്റുള്ളവരുടെ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി പെടാതിരിക്കുക. അതായത് വെറുതെ എന്തെങ്കിലും കഥ പറയണത് കേട്ട് പോയി കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കുക. ഇവിടുത്തെ പറയണ കഥ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ സിനിമ കാണുക. ഓക്കെ, ലൈഫിൽ ഈ സിനിമ കണ്ടതുകൊണ്ട് മെച്ചമുണ്ട് എന്ന് ഉറപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടിന്യൂ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങൾക്കും ഇതുപോലെ സിനിമ എടുക്കാൻ പറ്റുന്ന കോലത്തിലായി മാറും. ഓക്കെ, അതായത് ഈ ഒരു ഞാനൊരു മെൻറ്ററായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു 2 weeks 1 month മെനക്കെട്ട് നോക്കി, നിങ്ങൾക്ക് അതുകൊണ്ട് ഓക്കെയാണ്, നിങ്ങൾ സക്സസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ലോസ് എങ്കിൽ ഡിസിപ്ലിൻ നമുക്ക് ശരിയാക്കാം. അത് സമയമെടുക്കും. അതിന് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതുണ്ട്. ട്രേഡ് തന്നെ പറയുന്ന ട്രേഡ് മാത്രം ചെയ്യേണ്ടതുണ്ട്. അനുസരിക്കേണ്ടതുണ്ട്. അനുസരണമുള്ള മക്കളാകേണ്ടതുണ്ട്. അല്ലാതെ നടക്കില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആ ഒരു സ്റ്റൈലിൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകേണ്ടി വരും. കട്ട് ആൻഡ് റൈറ്റഡ് ആയിട്ട് നമ്മൾ ഇന്നതേ ചെയ്യൂ, ഇന്നത് ചെയ്യില്ല. അങ്ങനെ ഒരു 6 മാസം, അധികമൊന്നും വേണ്ട. കാലാകാലം ഞാൻ അവിടെ കിടക്കാനൊന്നും ആരോടും പറയുന്നില്ല. നിങ്ങൾ ഒരു 6 മാസം, മാക്സിമം 2 വർഷം നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു റൂൾ തന്നെ ഫോളോ ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ നീക്കിയിരിപ്പും ഉണ്ടാവും. പോരാത്തതിന് നിങ്ങളതിന് സെറ്റായിട്ടുണ്ടാവും. നിങ്ങളൊന്നും പൊട്ടന്മാരല്ലല്ലോ. കാലാകാലം ഇവിടെ കിടക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് ഇത് പഠിക്കുക, മനസ്സിലാക്കുക. ഒരാളുടെയും അടിയിൽ കൊണ്ട് തല വെച്ച് കൊടുക്കേണ്ട ഒരാവശ്യം നിങ്ങൾക്കില്ല. ഒരു സിഗ്നൽസും നിങ്ങൾ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിഗ്നൽസ് ബൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലം നിങ്ങൾ ബൈ ചെയ്യും? എത്ര ആൾക്കാർ നിങ്ങളെ കാലാകാലം സപ്പോർട്ട് ചെയ്യും? ആരെ കണ്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാവിധ കോൺഫിഡൻസും അർപ്പിക്കുക. നിങ്ങളുടെ ധൈര്യം നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അതല്ലേ ഞാൻ പറയുന്നത്. എനിക്കൊന്നും ഇവിടെ യാതൊരു പ്രത്യേകതയില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ഓപ്പൺ ആക്കുന്നതിൻ്റെ മുമ്പ് ഇത് ഇത്ര ഒന്നും റണ്ണാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ എത്തുന്നതിൻ്റെ സമയത്ത് ഞാൻ ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അന്നുള്ള ആൾക്കാർ ഇന്നുണ്ടാവും ഗ്രൂപ്പിൽ, അവർക്ക് അറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. അതായത് എനിക്കിവിടെ യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. ഈ ഒരു സമയം ഇത് പറഞ്ഞു തരാനുള്ള ഒരാളായി, മീൻസ് ഒരു സമയമായി. അത് അറിയാൻ നിങ്ങൾക്ക് സമയമായി. അത് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ പറയും, അത്ര തന്നെ. ഈ പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. ഇവിടെ ആരും സസ്റ്റെയിൻ ചെയ്യില്ല. നമുക്ക് ഒരാളെ കൊണ്ടൊരു ഉപകാരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഓ ദൈവമേ അവരെ നന്നാക്കണേ, ഇനി എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. ഉപദ്രവിക്കാതിരിക്കുക. അനാവശ്യമായിട്ട് നമുക്കറിയാത്ത സംഗതികൾ നമ്മൾ സ്പ്രെഡ് ചെയ്യാനോ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാതെ ഇരിക്കുക. അയാൾ നല്ലപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല ലക്ഷ്യസ്ഥാനത്തിനുണ്ടാവും. വെറുതെ നമ്മൾ കയറി 2 വർത്താനം പറഞ്ഞിട്ട് അയാളെ കൊണ്ടുപോയി ചാടിക്കേണ്ട ആവശ്യമില്ല. സോ അത് എല്ലാവരും പരസ്പരം പാലിക്കുക. ആരെയും കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടോ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് മനസ്സിലായിട്ടില്ലേ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കാണാം. ഞാനൊക്കെ ഒരു വീഡിയോ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഞാനൊരു കാര്യം കേട്ട് പഠിച്ച് ഞാനതിൽ എക്സ്പേർട്ടായിട്ട് ഒറ്റയടിക്ക് എന്താ പറയുക 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള ജേണിയാണ്. എത്രയോ വർഷമായി. എൻ്റെ ഏജിൻ്റെ 1/3 ഭാഗം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇനിയും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇവിടെ എല്ലാം അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി അത് അറിയണം എന്നുള്ളവർക്ക്
ഞാൻ എന്തായാലും അത് യൂട്യൂബിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയാലോ, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കൺഫ്യൂഷൻ അല്ല വേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ഇതും കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്കിത് പോരെ? ഞാനതാ ചോദിക്കുന്നത്. എന്തിനാ വെറുതെ ഞാൻ എൻ്റെ മൈൻഡിലുള്ള എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതും കൂടിയും കൊളാക്കുന്നത് എന്തിനാ? ഇപ്പം നിങ്ങൾക്ക് വൃത്തിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം മനസ്സിലാക്കുക. ഇനിയല്ല അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റും. ആരൊക്കെ എൻ്റെ അടുത്ത് വീഡിയോ എന്ന് ചോദിച്ചിരുന്നു. യൂട്യൂബിൽ 3-4 വീഡിയോ ഓഫായി കിടക്കുന്നുണ്ട്, മീൻസ് കാണാൻ പറ്റുന്നില്ല. അതിലെന്താ? എന്തിനാണ് അത് ഓഫാക്കിയിട്ടതിൻ്റെ കാരണം എന്തായിരിക്കും? അത് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ? അതെന്തോ മിസ്റ്റേക്കിൽ ഈ റെക്കോർഡായി പോയതായിട്ടാണ് തോന്നുന്നു. ഇനി അതല്ലാതെ പഴയതൊക്കെ ആവശ്യമില്ല, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ഓഫാക്കിയിട്ട സംഗതികളാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്? ഞാനുണ്ടോ നിങ്ങളോട് പറ്റിക്കാനിരിക്കണമെങ്കിൽ? നിങ്ങൾ ഇത്രയും കാലം കുറച്ച് ഒരു മാസം എൻ്റെ ഗ്രൂപ്പിൽ കവർ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ട്രേഡ് ഞാൻ 4 ട്രേഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 ഹിറ്റാണ്. ഞാൻ മിനിമം ആയിട്ട് പറയണത് മിനിമം 200 റിയാൽ SL വെച്ചിട്ട് $200 SL വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ട്രേഡാണ് നിങ്ങളോട് പറഞ്ഞത്. ആ 4 ട്രേഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 4-6-24 $2,400 നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായിട്ടുണ്ടാവും. ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോടാണ് പറയണത്. നിങ്ങൾ ആയിട്ടുണ്ടാവില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്ക്. സോ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് സെല്ല് ചെയ്യുന്നത്, അതായത് എൻ്റെ ഇൻഡിക്കേറ്റർ വേണ്ടവർക്ക് ഞാൻ കൊടുക്കാം, പക്ഷേ ഞാൻ പൈസയ്ക്ക് കൊടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതും കണ്ടമാനം പൈസ പറയാനില്ല. $1,000 ഒരു ഇൻഡിക്കേറ്റർ വാങ്ങി ഉപയോഗിക്കാൻ, അത് വെറുതെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. അവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്, അവരൊരു ട്രേഡർ ആണെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതി. അവരത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ഗ്രൂപ്പിൽ അവർ അത് പ്രകാരമുള്ള ട്രേഡുകൾ ആ ഗ്രൂപ്പിൽ അവിടെ പ്ലേസ് ചെയ്ത് അവിടെ കാണിച്ചു തരും നിങ്ങൾക്ക്. ആ ട്രേഡ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻഡിക്കേറ്ററും വെച്ചങ്ങാണ്ട് നിങ്ങൾ ഒറ്റയടിക്ക് ട്രേഡ് നിങ്ങൾ ചാടിക്കറി ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവരെടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മനസ്സിലാക്കിച്ച് തരും. ആ ട്രേഡ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് കൊണ്ട് പോവുകയല്ല വേണ്ടത്, മിണ്ടാതിരിക്കുക. അവർ അടുത്ത ട്രേഡ് ഷെയർ ചെയ്യും, അത് കാണുക. അല്ലാതെ അവരെ പോയി ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടാക്കാൻ നിൽക്കരുത്. ദയവ് ഇത് മനസ്സിലാക്കുക. ഇവിടെ എല്ലാവരും ഓരോരോ സഹായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ തരും, ഞാൻ അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത്. അതിൽ സപ്പോർട്ടിന് ഞാൻ ബാക്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വേറെയും എൻ്റെ ടീമിലുള്ള ഒരാളുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരിത് പറഞ്ഞു തരുമ്പോൾ, അവരിത് റൺ ചെയ്യിക്കുമ്പോൾ നിങ്ങളിത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് അതിലേക്ക് എൻട്രി തരുള്ളൂ. അല്ലാതെ എൻട്രി തരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വാല്യൂ വേണം. അപ്പോൾ നിങ്ങളതിന് വാല്യൂ ആയിട്ട് എടുക്കുന്ന സമയത്തെ നിങ്ങൾക്കതിലൊരു എന്താ പറയുക, നിങ്ങളതിൽ നിങ്ങളുടെ എഫേർട്ട് ഇടുള്ളൂ. അപ്പോൾ 1000 രൂപ നമ്മൾ ആദ്യം പേ ചെയ്യുമ്പോൾ ഞാൻ 3 മാസം നിങ്ങൾക്ക് ആ മെൻറ്റർഷിപ്പ് തരും. 3 മാസം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക, അതും ഞാൻ നിങ്ങൾക്ക് തരും. 1-2 ആഴ്ചയും കൊണ്ട് നിങ്ങൾ പേ ചെയ്തിട്ടുള്ള 1-2 ആഴ്ചയും കൊണ്ട് നിങ്ങൾക്ക് അതും തരും. ഇതൊക്കെ തന്ന് നിങ്ങളിതിൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്കിത് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പൈസ കളയണത്? നടക്കുന്നില്ലേ? പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും വരിക, ചെയ്യുക, വീണ്ടും പഠിക്കുക, വീണ്ടും ചെയ്യുക, വീണ്ടും പഠിക്കുക, വീണ്ടും ചെയ്യുക. ഇത് പ്രോസസ്സ് ഇങ്ങനെ ചെയ്ത് നമ്മൾ വീണ് നടന്ന് വീണ്ടും വീഴുക, വീണ്ടും നടന്ന് അങ്ങനെ തന്നെ നമ്മൾ നടക്കാൻ പഠിച്ചത്. ചെറിയ മക്കളെ നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് തോൽവിയൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഇത് നമുക്ക് പറ്റാത്ത പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞ് പോവുകയാണെങ്കിൽ പോയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ല, ഞാൻ കാൽക്കുലേറ്റഡ് റിസ്കിൽ ഞാൻ മാസം എനിക്ക് 20,000 രൂപയുടെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് കുഴപ്പമില്ല ഒരു 4,000 ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങാൻ. ഞാൻ എന്നിട്ട് ഇതിൽ പറയുന്ന ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ. നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് ബ്രീച്ച് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ബ്രീച്ച് ചെയ്യാം. നമ്മൾ അങ്ങനത്തെ രീതിയിൽ പറയുന്നില്ല. നമ്മൾ തരുന്ന ട്രേഡുകൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഓക്കെയാണോ നിങ്ങൾ എടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ട്രേഡ് അറിയില്ലേ ചെയ്യാതിരിക്കുക. എന്നിട്ട് ഇതിലുള്ളത് നോക്കുക. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ടീം തരുന്ന ട്രേഡുകൾ നോക്കി പഠിച്ച് ആ ട്രേഡുകൾ കോപ്പി ചെയ്യുക, ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവുക. ഓക്കെ, അത് നിങ്ങൾ 3 മാസം കൊണ്ട് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് പേ ചെയ്താൽ മതി. അല്ലെങ്കിൽ 3 മാസം കൊണ്ട് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പോവുക. ഓക്കെ, എനിക്ക് അത്രയാണ് പറയാനുള്ളൂ. ഇത്ര പറഞ്ഞാൽ പോരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടത് എന്തോ ഡൗട്ട് ഉണ്ടോ അത് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് പഠിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഗോൾഡിൻ്റെ കേസിൽ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് പറയുകയാണ്. മന്ത്ലി മാർക്കറ്റ് ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഓർഡർ ബ്ലോക്കുകൾ വീക്കിലി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചേഞ്ച് തരാൻ, അതായത് ചെറിയ സ്വിച്ചുകൾ തരാനായിരിക്കും ചാൻസ്. ഇനിയല്ല എന്തെങ്കിലും USD സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ
USD വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിന് അതിന് പറ്റിയൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് പോകും. ഈ ഹൈ എടുക്കലൊക്കെ എന്താ പറയുക, ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ ആയിരിക്കുള്ളൂ. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ് ഉണ്ടാക്കി. സോ നമ്മളിതിൻ്റെ കോമൺ സെൻസ് ഒന്ന് യൂസ് ചെയ്യുക. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഇത് 2011 മാർക്കറ്റ് 2011 ഉണ്ടാക്കിയ ഹൈ മാർക്കറ്റ് പിന്നെ അതിൻ്റെ താഴത്തേക്ക് 2015 വരെ മാർക്കറ്റ് താഴത്തേക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ വില താഴത്തേക്കാണോ മേലേക്കാണോ പോയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം ഇന്ത്യയുടെ മൂല്യം ഇടിയാണ്, അതുകൊണ്ട് ഗോൾഡിൻ്റെ പൈസ മേലേക്ക് പോയിട്ടുണ്ടാവും. അല്ലാത്ത പക്ഷം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന മാർക്കറ്റ് ഇവിടെ മുതൽ ഇവിടം വരെ 5 വർഷമായിട്ട് ഇത് ഇടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു ക്യാൻഡിലാണ് അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 2020 9 വർഷം 10 വർഷം എടുത്തിട്ടാണ് മാർക്കറ്റ് അത് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലുള്ള പല സംഗതികൾ ഇപ്പോൾ ഓൾറെഡി നല്ല ഒരു മാർക്കറ്റ് ഓൾറെഡി ഗോൾഡ് അത്ര ഹൈപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു ഹൈപ്പ് ഉണ്ടായിക്കൂടായില്ല, ഉണ്ടാവാതെ എന്താ. മാർക്കറ്റ് നമുക്കൊന്നും ഇന്നതുപോലെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിലവിലത്തെ കണ്ടീഷനിൽ മാർക്കറ്റിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇത് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും ഒരു പുൾ ബാക്ക് എന്നുള്ള നിലയ്ക്കെങ്കിലും ഇവിടം വരെ മാർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ 50%-ലാണ് ഓൾറെഡി മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. സോ 50% താഴെ ഡിസ്കൗണ്ട് സോണാണ്. ഇവിടുന്ന് മാർക്കറ്റ് ബൈയിലേക്ക് ആവാനും മുകളിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് 1 മാസം 2 മാസം 10 മാസം 1 വർഷം 2 വർഷം കൊണ്ടൊന്നും നടക്കില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മളപ്പോൾ നമുക്ക് പറ്റുന്ന റീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ട്രേഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും, നമുക്കതിലൊരു അങ്ങനെയാണെങ്കിൽ നമുക്കത് ട്രേഡ് പ്ലാൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ വീക്കിലി ഉള്ള കേസും ഇതേപോലെ നമ്മൾ ഡെയിലി പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നോക്കി നോക്കുക. മാർക്കറ്റ് ഇപ്പോൾ താഴത്തേക്ക് വരികയാണ്, താഴെ ക്ലോസ് വന്നു, താഴത്തേക്ക് വന്നു, ഇതിൻ്റെ ലോ എടുത്തു, ഇതിൻ്റെ താഴെ ക്ലോസ് വന്നു, ഇതിൻ്റെ ലോ വന്ന് എടുത്തത് പിന്നെ ഇവിടെയാണ്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുക ചെയ്ത്. കാരണം എന്താ, ഇവിടെയുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഇത് കണക്ട് ചെയ്തിട്ട് വേണം ചിന്തിക്കാൻ, ഫ്രാക്ചർ കണക്ട് ചെയ്തിട്ട് വേണം ചിന്തിക്കാൻ. ഇല്ലെങ്കിൽ ലോക്കായി പോകും നമ്മൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിന്യൂവേഷൻ വരികയാണ്. ഇത് കോമൺ സെൻസ് ആണ്. മാർക്കറ്റ് ഇതിൻ്റെ ഹൈ എടുത്തു, ശേഷം ഇതിൻ്റെ താഴെ എടുത്ത് മേലേക്ക് പോയി, ഇത് ക്ലോസ് വന്നു. ഓക്കെ, ഈ ക്ലോസ് തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കണത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനുണ്ടോ? ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഈ ഒരു ലോ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ലോ ഗ്രാബ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. സോ ഇതിൻ്റെ ഹൈ ഗ്രാബ് ചെയ്തു, അപ്പോൾ താഴെ വന്ന് ക്ലോസ് വന്നു, അപ്പോൾ ഇതിൻ്റെ ലോയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് ഇതിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലോ ഗ്രാബ് ചെയ്തിട്ട് ഈ ഒരു ലോ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ലോ ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു 3 ക്യാൻഡിൽ സ്വിങ് ആണത്. ഇവിടെ ഒരു ലോ ഉണ്ട്, ഇതിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് വരിക ചെയ്തത്. സോ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഡേക്ക് വല്ല വകുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. വീക്കിലി കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുക. ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തത്, ഈ ഒരു ലോ ഗ്രാബ് ചെയ്തിട്ടുണ്ട്, ഈ ലോൻ്റെ താഴെ ക്ലോസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഈ ലോയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഈ ഒരു ലോ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്, പോരാത്തതിൻ്റെ ഇതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് റണ്ണായിക്കണതിൻ്റെ ഉള്ളിൽ പോയാലേ മനസ്സിലാവുള്ളൂ. എനിവേ ഇവിടെ വീണ്ടും പിന്നെ എന്തായി, ഇവിടെയും ഇതുപോലൊരു ലിക്വിഡിറ്റി വന്നു, അതിനെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മുകളിൽ പോയി ക്ലോസ് ആയി. ശേഷം ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, ഇവിടെ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ മാർക്കറ്റ് അപ്പും ഡൗണും ഗ്രാബ് ചെയ്തു. അപ്പോൾ ഇനി എന്തുണ്ടാവുക എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യുക, നോക്കിയിരിക്കുക എന്തുണ്ടാവും നമുക്ക്. കാരണം കൺഫർമേഷൻ ഇല്ലെങ്കിലും ഉണ്ടാതിരിക്കുക. അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് വന്നു. അപ്പോൾ എന്തുണ്ടായേ, ക്ലോസ് വന്നപ്പോൾ ഇതിൻ്റെ ലോ ഉണ്ട്, പിന്നെ മാർക്കറ്റിൽ ആ ലോ വീണ്ടും ക്ലോസ് വന്നു. ശേഷം പിന്നെ ഇതിങ്ങോട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഞാനിവിടെ പറഞ്ഞു ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. കാരണം മന്ത്ലി ഉള്ളതാണ്, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് പോയി. അങ്ങനെ മുകളിൽ ക്ലോസ് വന്നു. അതായത് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇതുകൂടി കൺസിഡർ ചെയ്യണമെന്ന് പറയുക. അപ്പോൾ കൺസിഡർ ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയപ്പോൾ ഇതിൻ്റെ ഹൈ എടുത്തു മാർക്കറ്റ് വീണ്ടും. പിന്നെ അത് ഗ്രാബ് ചെയ്തു, താഴെ ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും പിന്നെ ഇങ്ങടാ ഇന്നത്തിൻ്റെ ലോ ആണ്, ആ ലോൻ്റെ താഴെ ക്ലോസ് വന്നു. പിന്നെ ഈ ഒരു ലോ ഗ്രാബ് ചെയ്തു മാർക്കറ്റ്, ഇവിടെ ഇതിൻ്റെ താഴെ ക്ലോസ് വന്നു. പിന്നെ മാർക്കറ്റ് നെക്സ്റ്റ്, അതായത് ഈ ക്യാൻഡിൽ തന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ ലോയും ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഒരു സ്വിങ് ആണ്. കാരണം ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടില്ലേ, ഈ മാർക്കറ്റിൻ്റെ ഹൈ ഒന്നും എടുത്തിട്ടുണ്ട്, താഴെ വന്നിട്ടാണ് പിന്നെ ഈ മാർക്കറ്റിൻ്റെ. അപ്പോൾ ഈ ക്യാൻഡിലിന് അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്രാബ് ചെയ്തു.
അപ്പോൾ ഗ്രാബ് ചെയ്തതിന് ശേഷം എന്ത് വേണം? ഇതിൻ്റെ ഹൈ ആണ്, അതിൻ്റെ ഹൈ എടുത്തില്ല, വീണ്ടും താഴെ പോയിട്ട് ഇതിൻ്റെ ലോയ എടുത്തത്. സി അപ്പോൾ അപ്പോൾ ഈ ഒരു ഇത് അപ്പോൾ അവിടെ ക്യാൻസലായി. ഓക്കെ, ഇതിൻ്റെ ലോ പോയി ഗ്രാബ് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ഹൈ പോവുക എന്നുള്ളത് ക്യാൻസലായി. അപ്പോൾ മാർക്കറ്റ് പിന്നെ ഇതിൻ്റെ ഹൈ എടുക്കുക എന്നുള്ളതായി. പിന്നെ ഈ ഒരു ഹൈ പ്രീവിയസ് ക്യാൻഡിലാണ് നമ്മളിപ്പോൾ ഈ വിട്ട് നിൽക്കുന്നത് പറയുന്ന പോലെ തന്നെ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്തു, താഴെ വന്ന് ക്ലോസ് ആയി. സോ ക്ലോസ് ആയപ്പോൾ പിന്നെ എന്തായി? ഇതിൻ്റെ ലോ ആയി. ഇതിൻ്റെ ലോയിൻ്റെ താഴെയും ക്ലോസ് വന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ ഇതിൻ്റെ ലോയിൻ്റെ താഴെ ക്ലോസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ഒന്നും ഗ്രാബ് ചെയ്തിട്ടില്ല. സോ ഇനി എന്താണ് ടാർജറ്റ് ഉണ്ടാവുക? ഈ ഒരു ലോ ആണ് ടാർജറ്റ് ഉണ്ടാവുക. പക്ഷെ എന്തുണ്ടായ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. എന്നിട്ട് മോൾ ക്ലോസ് വന്നു. ക്ലോസ് വന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് വന്നു. ഇതിൻ്റെ ഉള്ളിലാണ് ക്ലോസ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല എന്താ അവിടെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻറ്റേർണലിലേക്ക് പോകും. നമ്മൾ കൺഫർമേഷൻ ഇല്ല വീക്ക്ലി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ അവിടെ നിന്ന് വല്ലാതെ തല പോയിക്കാതെ നിൽക്കുക. നമ്മൾ തന്നെ പ്രിഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആവുന്നുള്ളൂ എന്ന് ഉറപ്പിക്കാതെ നമ്മൾ ഡെയിലിക്ക് പോവുക. ഇപ്പോൾ ഇതിൻ്റെ ലോ എടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ലോ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കണം. ഇത് ഡിലീറ്റ് ചെയ്യാണ്, കാരണം ഇനി പിന്നെ കുറേ വരകളായിട്ടുള്ള കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? ഈ ലോ എടുക്കേണ്ടത്, കാരണം ഇത് ഇവിടെ ക്ലോസ് കിട്ടിയതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലിക്ക് പോവുക. ഡെയിലി എന്താ ഉണ്ടായിരിക്കണത്? ഡെയിലിയിൽ ഈ ഒരു ലോ ആയിരുന്നു മാർക്കറ്റ് എടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, ഇതാണ് ആ വീക്ക്ലി ലോ. അപ്പോൾ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ മൺഡേ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മൺഡേയിൽ മാർക്കറ്റ് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൻ്റെ ഹൈ എടുത്തു, ഉള്ളിൽ ക്ലോസ് വന്നു. അപ്പോഴും നമ്മളെന്താ വിചാരിക്കുക? അതിൻ്റെ താഴത്തേക്ക് പോകുന്നതാണ് വിചാരിക്കുക. ഇതിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോകണം. അപ്പോൾ അതിന് ഞാനിതൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് 4 hourൽ പോവാം. 4 hourൽ പോകുമ്പോൾ ഇവിടെ മാർക്കറ്റ് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? കമോൺ, ഇതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ബാറാണ്. ഓക്കെ, ഇത് എന്തായിരുന്നു? ഡേൻ്റെ ഹൈ അല്ലായിരുന്നു? ഡേൻ്റെ ഹൈ മാർക്കറ്റ് ഗ്രാബ് ചെയ്തു, താഴത്തേക്ക് വന്നു. മാർക്കറ്റ് ഇവിടെ ഒന്നും ക്ലോസ് തരുന്നില്ല. 4 hourൻ്റെ താഴെ ക്ലോസ് തരുന്നില്ല. ഒരു മിനിറ്റ്, ഒന്നും കൂടി ഉണ്ടാക്കി. ഇവിടെ ഞാൻ മാറുന്നു, എൻ്റെ തല കാണിക്കാൻ തുടങ്ങി. എവിടെയായിരുന്നു? യെസ്, കമ്പ്യൂട്ടർ കുറേ ഇവിടെ നിന്ന് 3ാമത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഈ ഒരു ഹൈ ഗ്രാബ് ചെയ്തു. ഓക്കെ, ഡേൻ്റെ ഹൈ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 4 hourലേക്ക് പോയി. കുറേ ചിന്തിക്കുമ്പോഴേക്കും പിടുത്തം വിട്ടു പോകും. ഓക്കെ, ഇത് ഡേൻ്റെ ഹൈ ആണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് തുടങ്ങി, ഈ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങി മാർക്കറ്റ് 4 hourൽ ഇത് പോയി. സോ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോയിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുണ്ടോ നോക്കുക. അതായത് ഈ ഒരു ക്യാൻഡിൽ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാൻ 4 hourൽ എന്തെങ്കിലും ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുന്തമല്ല. ഇനി 1 hourലുണ്ടോ? പോയി നോക്കുക. ഇവിടെതാ, ഇത് 1 hourൻ്റെ ഓർഡർ ബ്ലോക്കാണ്. ഇതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും റെസ്പെക്റ്റ് ചെയ്യാത്തതെന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരും. എന്തുകൊണ്ട് മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല? മാർക്കറ്റ് അതിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് വന്നിട്ടുണ്ട്. സോ 30 minutesൽ നമ്മൾ 1 hourൽ എന്താ പറയുക, ബയാസ് നോക്കാൻ നിൽക്കരുത്. അത് തലവേദന ഉണ്ടാക്കും. അപ്പോൾ ബയാസൊക്കെ 4 hourോട് കൂടിയിട്ട് നിർത്തുക. ഓക്കെ, 1 hourൽ ട്രേഡിനുള്ള പരിപാടികൾ നോക്കുക. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി താഴെ ഓപ്പൺ ആകുമ്പോൾ എന്തുണ്ട്? ഇവിടെ ഒരു FEG ഉണ്ട്. 30 minutes ആണ്. 1 hourൻ്റെ ഞാനിവിടെ നോക്കാൻ മറന്നുപോയി. ജസ്റ്റ് 1 hourൻ്റെ ഒന്ന് നോക്കിയിട്ട് വരാം. 30 minutesൽ ഈ ഇതിനെ ടാപ്പ് ചെയ്തിട്ടുള്ളത്.
മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ എന്താ ഉള്ളത് മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ 1 ഹവറിൽ ഒരു കുന്തമല്ല. ഇത് അഡ്വാൻസ്ഡ് ഹോബിയാണ്, ലാസ്റ്റുള്ള അഡ്വാൻസ്ഡ് ഹോബി. ഓക്കെ, ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇത് ഈ അഡ്വാൻസ്ഡ് ഹോബിയാണ് എന്ന് പറയുന്നത് അത് അവിടെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അല്ലാണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യും അങ്ങനെയൊന്നും വിചാരിച്ച് പറയില്ല. നമ്മളിവിടെ കണ്ടത് മാർക്ക് ചെയ്യുക. നമ്മൾ പിന്നെ അങ്ങനെ കണ്ടത് മാർക്ക് ചെയ്തതിന് ഒരു രീതിയായി പോയല്ലോ. അപ്പോൾ 30 മിനിറ്റ്സിൽ എന്തുണ്ട് അവിടെ? ഒരു FEG ഉണ്ട്, വലിയൊരു FEG ഉണ്ട്. എവിടെ പോയി ചങ്ങായിമാരങ്ങൾ? ഇതാ 30 മിനിറ്റ്സിൽ വലിയൊരു FEG ഉണ്ട്. 30 മിനിറ്റ്സിൽ ആ ഒരു FEG മാത്രമല്ല, ഇവിടെ വേറെയും FEGകളുണ്ട്. മാർക്കറ്റ് ഇത് ലാസ്റ്റ് ഡേ അങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്തുണ്ട്? നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അത് യൂസ് ചെയ്യാം. ഇവിടെ എന്തുണ്ട്? ഓൾറെഡി 30 മിനിറ്റ്സിലൊക്കെ എത്ര സ്പീഡിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോളിയം ഉണ്ടാവും. ഓക്കെ, അവിടെ ലിക്വിഡിറ്റി, അതായത് ആൾക്കാർ അവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈ നടന്നിട്ടുണ്ടാവും. 30 മിനിറ്റ്സിലല്ലേ അത്രയും വലിയ മൂവ് ഉണ്ടായിരിക്കണത്. അതും ഒരു ലോ ഉണ്ടാക്കിയതിന് ശേഷം. ഒരു ലോ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിങ്ങനെ ഇത്രയും വലിയ മൂവ് വന്നിട്ടുണ്ട്. അല്ലാതെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു മൂവ് തന്നിട്ടുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം ഇതൊരു ലോ അല്ല, ഇതൊരു റീടാപ്പ് ആൻഡ് റീടെസ്റ്റിലുള്ള മൂവ്മെൻ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ മേലെ ക്ലോസ് ഒന്നുമില്ല. അതിപ്പോൾ ഈ ഒരു സ്വിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മറിച്ച് ഇവിടെ അങ്ങനെ അല്ല. കാരണം എല്ലായിടത്തും മൂവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചാടി കയറിയിട്ടൊന്നും ചെയ്യരുത്. ഇതൊരു ലോ ആണ്, ആ ലോയിൽ നിന്നാണ് മൂവ് തന്നിരിക്കുന്നത്. ഒരു ഹൈ വരെ, ആ ഡേൻ്റെ ഹൈ വരെ നല്ലൊരു മൂവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂവിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി ഇത് താഴെ FEG ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മേലേക്ക് പോകുന്നത്. അപ്പോൾ 1 ഹവറിൻ്റെ ഈ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, അതിനെ സ്വീപ്പ് ചെയ്തു താഴത്തേക്ക് വന്നു. കാരണം ബയാസ് ഓപ്പൺ, കാരണം ഇവിടെ ഓൾറെഡി ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഈ മാർക്കറ്റിനെ മേലേക്ക് പുഷ് ചെയ്തു. അങ്ങനെയാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് മേലേക്ക് കയറി പോയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കയറിപ്പോയി. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇതിനെ സ്വീപ്പ് ചെയ്തു. ശേഷം 30 മിനിറ്റ്സിൽ സ്വിച്ച് ഉണ്ടോ? ഇതാണ് 30 മിനിറ്റ്സിൻ്റെ CISD സ്വിച്ച് ഇവിടെ നിന്നാണ് കിട്ടേണ്ടത്. അതിൻ്റെ താഴെ സ്വിച്ച് ഉണ്ടോ? ക്ലോസ് ഉണ്ടോ? ഇല്ല. ഇത് പിന്നെ സ്വീപ്പ് ഉണ്ട്. സ്വീപ്പിന് ശേഷം എന്താ ഇവിടെ ഇതാണ് ലോ ആയി മാറുന്നത്, ക്ലോസ് ഇല്ല ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ അത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ദൈവം തരണം. അപ്പോഴേ നമ്മളിത് നോക്കി കഴിച്ചില്ലാവുള്ളൂ. ഇല്ലെങ്കിൽ അടപടലം പെട്ടു. ഓക്കെ, അതിന് ശേഷം എന്താ മാർക്കറ്റ് ഉണ്ടായി? ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. ബൈ സൈഡ് സെൽ സൈഡൊക്കെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. മാർക്കറ്റ് മുകളിലേക്ക് പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഡെയിലി പോവുക, വീണ്ടും നോക്കി നോക്കുക. സോ ഇതിങ്ങനെ നമ്മളതിനെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ലിക്വിഡിറ്റി അവിടെ കയറി വന്നിട്ടുണ്ട്, ഇത്രയും വോളിയം കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഡേൻ്റെ ഹൈ എടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇതിൻ്റെ താഴത്തേക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ട്രേഡ് നോക്കാൻ നിൽക്കരുത്. പൊട്ടത്തരങ്ങൾ നമ്മൾ പറ്റില്ല, അറിയില്ല, ഇങ്ങനെ ലിക്വിഡിറ്റി കയറിയിട്ട് സംശയം വരിക. ഒരു സംശയത്തിനിടയായ പോലും ഉണ്ടാതിരുന്നേക്കുക. സോ ഇതിൻ്റെ ഹൈ എടുത്തു, ഹൈൻ്റെ മേലെ ക്ലോസ് വന്നു, വീണ്ടും ഹൈ എടുത്തു. ഈ ഹൈൻ്റെ മേലെ ക്ലോസ് വന്നതുകൊണ്ട് ഈ ഒരു ഹൈ എടുത്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് കാണുന്നിട്ടുണ്ട്, അതിൻ്റെ മേലെ ക്ലോസ് വന്നിട്ടുണ്ട്. ശേഷം അടുത്ത ലിക്വിഡിറ്റി ഗ്രാബും അതേ ക്യാൻഡിൽ തന്നെ അതേ ദിവസം തന്നെ അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ താഴെ ക്ലോസ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് ഫാസ്റ്റാണോ നോക്കി നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ കണ്ട സംഗതികൾ തന്നെ ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തിട്ടാണോ താഴത്തേക്ക് വന്നിരിക്കുന്നത് നോക്കി നോക്കുക. അപ്പോൾ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ആക്ട് ചെയ്യും. ഇത് മുകളിലേക്ക് പോകുമ്പോൾ പവറായിട്ടുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് പോയതല്ലേ. അപ്പോൾ ഇതുവരെ ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യും. അതിൻ്റെ താഴെ ക്ലോസ് വന്നിട്ടില്ല. സോ ഇത് ടാപ്പ് ചെയ്ത് ഇത് ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. സോ അടുത്ത ലിക്വിഡിറ്റി ഇവിടെയാണ് കിടക്കുന്നത്. അത് വിചാരിച്ചിട്ട് നാളത്തെ ഒരു ക്യാൻഡിൽ നേരെ കയറി ഇതിൻ്റെ മേലെ തട്ടും നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഇനി എന്താ ഉണ്ടാവണം എന്നുള്ളത് പോലെ ഇരിക്കും. ഒരു വീക്കിലി അപ്പോഴേക്കും ഇത് ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ഇവിടെ വീക്കിലി എന്തൊക്കെയാണ് ഉണ്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് നോക്കണം. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്തൊരു ദിവസത്തേക്ക് ട്രേഡിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ തല എന്തായാലും കിറങ്ങി നല്ല രീതിയിൽ, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ലൊരു ട്രേഡറായി മാറട്ടെ. എല്ലാവരും ബയാസ് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഇതൊരു കോൺസെപ്റ്റാണ്, എല്ലാവർക്കും മനസ്സിലാവാൻ കഴിയട്ടെ. ഞാൻ കുറേ പോയിൻറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മിസ്സായി പോയത് എന്താണെന്നറിയില്ല. പിന്നെയും ഇതിൻ്റെ എപ്പോഴും പറയണത് പോലെ
നിങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത് എന്നുള്ള വിവരങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാനതൊക്കെ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് അറിയേണ്ട ആവശ്യമില്ല. ഇനി കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൽ നിർത്തുന്നത്. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ, സി യു. ടീം എല്ലാവരും നന്നായി വരട്ടെ. ബൈ.